അതെ, അവസ്ഥാത്രയ സാക്ഷി എന്നുള്ള നിരൂപണമാണ് 9 വ്യാഖ്യാനിക്കുന്നത്. അതിലിപ്പോൾ ഒടുവിൽ മുൻപ് പറഞ്ഞ സാക്ഷിരൂപ സന്യാസിയെ അവരാൽ പാർക്കപ്പെട്ട പുരുഷൻ, ആ പുരുഷൻ്റെ അവസ്ഥ, അവൻ്റെ വ്യാപാരങ്ങൾ, ഇവകളുടെ ഗുണദോഷങ്ങൾ എങ്ങനെ തൊടാൻ സാധിക്കില്ലയോ അതുപോലെ ആത്മാവിനെ കാണപ്പെടുന്ന അഹങ്കാരം, അതിൻ്റെ അവസ്ഥ, അതിൻ്റെ വ്യാപാരങ്ങൾ, അവകളുടെ ഗുണദോഷങ്ങൾ തൊടുകയില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു വലിയൊരു സ്ഥലമാണ്. അപ്പോൾ കൃഷ്ണൻ പറയുന്നത് എനിക്ക് വിഷമം ഉണ്ടാകുന്നല്ലോ, തൊടുന്നതുകൊണ്ടാണല്ലോ എനിക്ക് അത് ഫീൽ ചെയ്തത് എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിന് വേദത്തിന് പറയാൻ കഴിയുന്ന ഒരു വലിയ ദൃഷ്ടാന്തമുണ്ട്. നിങ്ങൾക്ക് വരുന്ന സ്വപ്ന ദശകളിൽ ഒരു അനുഭവം, ദുരഭിമ അനുഭവം വരുന്നുണ്ട്. നിങ്ങളുടെ പണപ്പെട്ടി ആരോ എടുത്തുകൊണ്ട് ഓടികളാണ്. നിങ്ങൾക്ക് എന്ത് തോന്നും? ആ സമയത്ത് ഫീൽ ചെയ്യില്ലേ? അയ്യോ എൻ്റെ പണപ്പെട്ടി എടുത്തുകൊണ്ട് ഓടി എന്ന് പറഞ്ഞിടന്ന് ഓടില്ലേ? ആളുകളോടത്തൊക്കെ പോയി വിലപിക്കൂലേ? അല്ലേ? എല്ലാം ചെയ്യില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക, അത് സത്യമാണോ? പരമാർത്ഥമാണോ? അല്ല. ഇതുപോലെ ഈ അവസ്ഥയ്ക്ക് മാത്രം സത്യമായിട്ടാണ് ഇതെല്ലാം ഇരിക്കുന്നതെന്ന് മനസ്സിലായിക്കോണം. ഈ ആത്മാ ഇതിന് കേവല സാക്ഷിയായിട്ടിരിക്കും. ഇതിനെയാണ് ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ആത്മാവ് ആരാണെന്ന് ചിന്തിക്കേണ്ട. അങ്ങനെ ഇരിക്കുന്ന ആത്മാവ് ആരാണെന്ന് ചോദിച്ചാൽ നീ തന്നെ മോനെ എന്ന് പറഞ്ഞു. തത്വമസി, അത് തന്നെ, നീ തന്നെയാണ് ആ ആത്മസ്വരൂപം. പിന്നെ എന്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറയും. ഇപ്പോൾ പറയുന്നു ആത്മാവിന് പ്രകൃതങ്ങളെ പറയുന്ന അവസരങ്ങളിലെല്ലാം പറയുന്നു ആത്മാവ് സാക്ഷിയാണ്, ആത്മാവ് നിർവികാരിയാണ്, ആത്മാവ് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല, ഇതിൽ വരുന്ന കാര്യങ്ങളെല്ലാം ആത്മാവിന് വിഷയമാണ്, ഇതെല്ലാം അറിയുന്ന രൂപത്തിലാണ് ഇരിക്കുന്നത്, ആത്മാവ് ഒരു വിഷയമല്ല. പിന്നെ അത് വിഷയമാണോ? വിഷയമല്ല. ഏതുവരെ വിഷയമുണ്ടോ അതുവരെ വിഷയമുണ്ട്, വിഷയം ഏതുവരെ ഉണ്ടോ അതുവരെ വിഷയമുണ്ട്. ഈ ത്രിപുടി രൂപ സംസ്കാരം ഇതിലിങ്ങനെ നടക്കുന്നതിന് കേവല സാക്ഷിയായിട്ട് ഈ ആത്മാവ് വർത്തിക്കുന്നു എന്നുള്ളതിനെയാണ് നമുക്ക് പറഞ്ഞ് ധരിപ്പിക്കുന്നത്. ആ ആത്മാവ് ആരാണെന്ന് നോക്കണ്ട കേട്ടോ. ഇവിടെയാണ് പ്രശ്നം. അതിനെ തിരയണ്ട, അത് താൻ തന്നെയാണ്. അതെങ്ങനെ അറിയാം? കയറിൽ മന്ദാന്ധകാരത്തിൽ തോന്നിയ പാമ്പ്, അതുകൊണ്ട് ബ്രഹ്മമായിട്ട് തോന്നിയ ജ്ഞാനം എന്ന് തന്നെയാണ് പറയുന്നത്. ഈ പാമ്പെന്ന് പറയുന്നത് കയറിൽ തോന്നിയ ബ്രഹ്മജ്ഞാനമാണ്, ജ്ഞാനം തന്നെ അത്. പക്ഷെ ഈ ബ്രഹ്മജ്ഞാനം എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, വാസ്തവമായ കയറിനെ മറച്ചുകൊണ്ടാണ് ഈ ബ്രഹ്മം ഇതിൽ പൊട്ടിപ്പുറപ്പെട്ട് നിൽക്കുന്നത്. ഇനി ബ്രഹ്മത്തെ പറ്റി ഒന്ന് വിചാരിച്ചു നോക്കൂ. വാസ്തവത്തിൽ ബ്രഹ്മത്തിന് എന്തെങ്കിലും സത്യതയുണ്ടോ? പറയുന്നു കയറില് അത് കാണുന്നതിന് മുമ്പും പാമ്പില്ല, അത് അധ്യാസം ഒഴിഞ്ഞാലും പാമ്പില്ല. അപ്പോൾ ഈ അധ്യാസം ഏതുവരയ്ക്കും നിലനിൽക്കുന്നോ അതുവരയ്ക്കും ഇതിന് അധിഷ്ഠാനമായിരിക്കുന്ന, അതിനെ മറച്ചുകൊണ്ടാണ് ഇത് നിലനിൽക്കുന്നതെന്നുള്ള കാര്യം ഓർമ്മിച്ചോണം. ഇതാണ് ഇതിൻ്റെ സത്യം. അപ്പോൾ അതുകൊണ്ട് അതിനെ പരിശോധിക്കാൻ പറഞ്ഞു. പരിശോധിക്കേണ്ടത് കയറിനെയല്ല, പരിശോധിക്കേണ്ടത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഈ പാമ്പാണ് എന്ന് പറഞ്ഞില്ല. അധ്യസ്ഥമായിരിക്കുന്ന ഈ ലോകത്തിൽ പ്രപഞ്ചമാണ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇതിനെ പരിശോധിക്കാൻ പറഞ്ഞു. പരിശോധിച്ച് വേദം തന്നെ പറഞ്ഞു ഇത് കേവലം ഒരു തോന്നലാണ്, ഇതൊരു അധ്യാസമാണ്, ഇതൊരു മിറേജാണ്. കാനൽ ജലത്തിൽ ജലമില്ല, മരുഭൂമിയിൽ ജലമില്ല, പക്ഷെ തോന്നുന്ന സമയത്ത് ജലമുള്ളതുപോലെ തോന്നിക്കൊണ്ടിരിക്കും. ഇനി ഇത് കണ്ടുപിടിച്ച ആൾക്കും അത് ആ പ്രതീതി തോന്നിക്കൊണ്ടിരിക്കും. പക്ഷെ ഈ കണ്ടുപിടിച്ച ആളും കണ്ടുപിടിക്കാത്ത ആളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സാർ? കണ്ടുപിടിച്ച ആള് ആ വെള്ളം കുടിച്ച് ദാഹം തീർക്കാമെന്ന് ഒരിക്കലും വിചാരിക്കും. എന്നാൽ കണ്ടുപിടിക്കാത്ത ആളിനെ സംബന്ധിച്ച് ജലമാണത്, പോയി കുടിച്ച് ദാഹം തീർക്കാമെന്നുള്ളൊരു വിചാരമുണ്ട്. അജ്ഞാനം എന്നുകൊണ്ട് എന്താണ്? ഈ അറിവില്ലായ്മ കൊണ്ട് ഇത് അവിടെ ജലമെന്ന് തോന്നി അതിനെ കുടിക്കാൻ പുറപ്പെടുന്ന രൂപത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതിനെയാണ് അജ്ഞാനം എന്ന് പറയുന്നത്. തൻ്റെ വാസ്തവത്തിനെ അറിയാതിരിക്കുന്ന അജ്ഞാനം. വാസ്തവമായിട്ടുള്ള ഏതാണ്? ആത്മ മാത്രം. ഈ ആത്മ എന്താണ്? സച്ചിദാനന്ദ രൂപമായിട്ട് ഇതിൽ പ്രകടമായിരിക്കും, എല്ലാത്തിൻ്റെയും അധിഷ്ഠാനമായിരിക്കുന്ന സച്ചിദാനന്ദ ആത്മാവാണ്. അതുകൊണ്ട് തന്നെ ഈ സത്തിനെ അങ്ങോട്ട് പിൻവലിച്ചാൽ പിന്നെ എന്തുണ്ടെന്ന് ചോദിച്ചു സ്വാമി, പലപ്പോഴും സ്വാമി ചോദിച്ചിട്ടുണ്ട്.
അത് സ്വാമി ചോദിക്കുന്ന രൂപം ഇതാണ്. മണ്ണാണ്, ഘടവും കരച്ചിട്ടിയും കലവും കുടവും ഒക്കെ മണ്ണിലാണ് ഉണ്ടാക്കിയത്. ആ മണ്ണിനെ പിൻവലിച്ചാൽ ഈ കലത്തിൻ്റെ കരച്ചിട്ടിയുടെ സ്ഥിതി എന്താണ്? മാല, വള, മോതിരം ഇതെല്ലാം പൊന്നു കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വാസ്തവത്തിൽ അതിന് അധിഷ്ഠാനമായിരിക്കുന്ന ആ പൊന്നിനെ പിൻവലിച്ചാൽ മാലയ്ക്കും വളയ്ക്കും മോതിരത്തിന് എക്സിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഈ എക്സിസ്റ്റൻസ് ഇതാണ് താൽക്കാലികമായ സ്ഥിതിയെയാണ് പറയുന്നത്. ഈ താൽക്കാലിക സ്ഥിതി എന്ന് പറയുന്നത് വാസ്തവത്തിലൊരു സ്ഥിതിയല്ല. മനസ്സിലായില്ലേ? ഇതിൽ വന്നിരിക്കുന്ന ഒരു ഭ്രമമാണ്. മാല, വള, മോതിരം എന്ന് പറഞ്ഞ ഒരു വികാരമാണ്. സ്വർണ്ണത്തിൽ വന്നിരിക്കുന്ന ഒരു വികാരമാണ്. കലം, കരച്ചട്ടി, പൂജ, ചെടിച്ചട്ടി ഇതെല്ലാം മണ്ണിൽ വന്നിരിക്കുന്ന വികാരമാണ്. വികാരത്തെ പിൻവലിച്ച് നോക്കിയാൽ ആ കരച്ചട്ടി മണ്ണ് തന്നെ. ആ വികാരം മറ്റു നോക്കിയാൽ ഈ പറയുന്ന മാല സ്വർണം തന്നെ. അതുപോലെ ഈ വികാര ദൃഷ്ടിക്കാണ് വാസ്തവത്തിൽ ഇതെല്ലാം വിവിധങ്ങളായി പലതായി ചേഷിക്കുന്നത്. വാസ്തവത്തിൽ ആ വികാര ദൃഷ്ടി അതാണ് സത്യദൃഷ്ടി. അതിൽ നോക്കിക്കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഇത് ബ്രഹ്മം തന്നെ. ഈ രൂപത്തിലാണ് അനലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മഹത്തുക്കളുടെ അനലൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം തൽക്കാലം നമ്മുടെ ബുദ്ധിക്ക് അത് തോന്നിയില്ലെങ്കിലും ഇതാണ് പരമാർത്ഥം. ഈ പരമാർത്ഥം പതുക്കെ 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 മനസ്സ് എത്ര ശുദ്ധി വരുന്നോ, നമ്മുടെ മനസ്സിൽ സത്വഗുണപ്രധാനമായി പതുക്കെ വന്നുകൊണ്ടിരിക്കുന്ന എത്ര വളവ് വന്നോ അതനുസരിച്ച് ഇതിൻ്റെ അനുഭവം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിഞ്ഞിടുക മുന്നിലായി. ഈ കർമ്മം എന്തിനാണ് സർ വാസ്തവത്തിൽ? നമ്മുടെ പൂർവ്വജന്മാർജിതമായ ആഗ്രഹങ്ങൾ വിത്ത് രൂപേണ നിൽക്കുകയാണ്. അത് എപ്പോഴും വികസിക്കുന്ന വാസനാരൂപമായിട്ട് നിൽക്കുകയാണ്. ഇത് എപ്പോഴും വികസിക്കും? അതിന് അനുയോജ്യമായ പരിതസ്ഥിതിയിൽ വികസിക്കും. വാസ്തവത്തിൽ ഇത് തന്നെയാണ് ഇരുന്നുകൊണ്ട് ഇതിനെ മറച്ചിരിക്കുന്നത്. ഇതാണ് ഈ സംസ്കാരത്തിൽ അതിൻ്റെ തൻ്റെ യഥാർത്ഥ സംസ്കാരത്തെ കെടുത്തി ഒരു നൂതന സംസ്കാരത്തെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. സാർ ആലോചിക്കുകയാണ്, സ്വർണ്ണ മോതിരം എന്നല്ലേ പറയണം, സ്വർണ്ണ വളയെന്നല്ലേ പറയണം. അപ്പോൾ സ്വർണ്ണം ഉണ്ടല്ലോ ഇതിൽ. എന്നിട്ടും എന്തിനായിരിക്കും വേദം ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, സാർ ഇതിൽ വാസ്തവം ഇങ്ങനെയാണെങ്കിലും ഇതിൻ്റെ ആ സത്യത്തെ മറന്നുകൊണ്ട് നമ്മളെല്ലാവരും നിൽക്കുന്നതെന്ന് ഓർമ്മിപ്പിച്ചതാണ്. സത്യത്തെ മറന്ന് നിൽക്കുകയാണ്. ആ സത്യമാണ് വാസ്തവത്തിൽ എല്ലായിടത്തും പരിപൂർണമായിരിക്കുന്നത് സത്യമാണ്. പക്ഷേ ആ സത്യത്തെ ഒരല്പം മാത്രമായിട്ട് നമ്മൾ മറക്കുന്നതാണ് അതിൽ വ്യവഹാരമായിരിക്കുന്ന ഭേദത്തെ ഉണ്ടായിരിക്കുന്നതിൻ്റെ കാരണം. വ്യവഹാരം വേണമെങ്കിൽ രണ്ട് വേണം, ദ്വൈതം. അദ്വൈതേ ഭയം ന ഭവതി. അദ്വൈതത്തിൽ ഭയമില്ല, ദ്വൈതത്തിൽ ഭയമുണ്ട്. ഭയം മീൻസ് രണ്ടുണ്ടെങ്കിൽ അതനുസരിച്ച് വ്യവഹാരമുണ്ട്, അതനുസരിച്ച് ദുഃഖമുണ്ട്. അത് തന്നെ ഭയമായിട്ട് നിൽക്കുന്നത്. മഹത്തുക്കൾ ആദ്യം ചെയ്യണത് എന്താണ്? അഭയവരദ ഹസ്തം, അഭയം കൊടുക്കും. അഭയം എന്ന് വെച്ചാൽ മീൻസ് നമ്മുടെ ആ ഭയത്തെ എടുത്തുള്ള ഒന്നും പേടിക്കണ്ട. 10 പേരുണ്ട്, നിങ്ങൾ 10 പേരുണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ല, ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതാണ് അവർ നമുക്ക് തരുന്ന ആദ്യത്തെ അനുഗ്രഹം. ഇതാണ് പരോക്ഷ ജ്ഞാനം. ഇതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഈ ആത്മാവിൽ ഒന്നും കലർന്നിട്ടില്ല, ഈ ആത്മാവ് ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിൽ കർമ്മം എന്ന് പറഞ്ഞാൽ ഇതിലില്ലേ ഇല്ല. ഈ സത്യത്തെ ബോധപൂർവ്വം ഉണരുന്നതെന്ന് ജ്ഞാനം കൊണ്ടേ പറ്റും. ആ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? മനസ്സ് സത്വഗുണ പ്രധാനമായി വരണത് തന്നെ. മനസ്സിൻ്റെ ശരിക്കുള്ള രൂപം സത്വഗുണമാണ്. മനസ്സ് സത്വസ്വരൂപം, മറ്റ് രണ്ടും വണ്ട് കലണ്ടന അവറ്റ മാറ്റിനാൽ പോകും. ഈ രജോഗുണം തമോ ഗുണങ്ങളാണ്. ഒന്ന് ചലനവും മഗ്നവും ഒക്കെ പഠിപ്പിച്ചു. ചലനമായിട്ടിരിക്കുന്നതാണ് രജോ ഗുണം എന്ന് പറയുന്നത്. മഗ്നം എന്ന് വെച്ചാൽ ഈ പറയുന്ന ആലസ്യം, നിദ്ര, ഒന്നും ആലോചിക്കാതെ സമയം നീക്കുന്ന രൂപം, ഇതെല്ലാമാണ് തമോ ഗുണ പ്രധാനമായിട്ട് നിൽക്കുക. ഇത് രണ്ടും മാറിയാൽ സത്വഗുണത്തെ വരുത്തണമെന്ന് ശാസ്ത്രം പറയുന്നത് അടിസ്ഥാനപരമായിട്ട് അതല്ല ഉദ്ദേശം. മനസ്സിൻ്റെ യഥാർത്ഥ രൂപം സത്വഗുണമാണ്.
പക്ഷേ ഈ രജോഗുണ തമോ ഗുണങ്ങളെ കൊണ്ട് അത് ബാധിക്കപ്പെട്ടു പോയി. അതുകൊണ്ട് ഈ രജോഗുണ തമോ ഗുണങ്ങളായ അവിദ്യയെ പതുക്കെ നമ്മൾ ആത്മവിചാര രൂപമായിട്ട് നീക്കിയാൽ, ഇതിന് വേറെ ഒരു വിധത്തിലും ഇതിനെ നീക്കാൻ പറ്റില്ല. ഇതിനാണ് ആത്മവിചാരത്തെ പറഞ്ഞു കൊടുത്തത്. ആത്മവിചാരം എന്ന് പറഞ്ഞാൽ എന്താണ് സുരേഷ് മനസ്സിലാക്കിയത്? ഇതിനകത്ത് സത്യമായിരിക്കുന്ന ആത്മാവാണെന്ന് ഗുരു വേദാന്ത ശാസ്ത്രങ്ങൾ ഉച്ചൈസ്വരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനെ അറിയാനൊക്കുന്നില്ല. അതെന്താണ് ഏതാണെന്ന് ഉള്ള ഒരു സംശയത്തിൽ ഒരാൾ ഇരിക്കുകയാണ്. അതാണ് പരോക്ഷ ജ്ഞാനി ആവുന്നതിന് മുമ്പ് ഇരിക്കുന്ന ഒരു നിലയാണ്. പക്ഷേ അങ്ങനെ ഇരുന്നാലും ആ ഗുരുവിൻ്റെയും മറ്റു അനുഗ്രഹം കൊണ്ട് പതുക്കെ ഇത് തെളിഞ്ഞു വരും. ഇതൊന്നും ആരും പഠിപ്പിക്കില്ല സുരേഷ്. നമ്മുടെ അറിയില്ലേ, ഒരാളെന്ന് പറയുന്നത് ചെറിയ ആളാണ്, ഒരു അറിവേ രൂപമാണ് നമ്മളെല്ലാമേ. സ്വാമി പറയുന്നത് നമ്മളൊക്കെ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് പഠിക്കുന്നു എന്നാണ് വിചാരിക്കുന്നത്? പഠിക്കുന്നു എന്ന് പറയുന്ന പോലെ തെറ്റാണ്. കാരണം ഈ അറിവ് മറഞ്ഞിരിക്കുന്നു. അതിനൊരല്പം അതിൻ്റെ പാഠം നീക്കി അല്പം ഒന്ന് മറം നീക്കി നോക്കുമ്പോഴാണ് ആ അറിവ് പ്രകാശിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ പായൽ മൂടി കിടക്കുന്ന ജലാശയത്തിൽ ഇതിൻ്റെ അടിത്തട്ട് കാണാൻ സാധിക്കില്ല. അപ്പം ആർക്കെങ്കിലും അത് നീക്കി കാണണമെന്നുണ്ടെങ്കിൽ ആ പായലൊന്ന് നീക്കിയാൽ മതി, അടിത്തട്ട് കാണാൻ പറ്റും. പക്ഷെ അടിത്തട്ട് കാണാതിരിക്കുന്നതെന്ന് വെച്ചാൽ അടിത്തട്ടില്ലെന്നല്ല അർത്ഥം. ഇതുപോലെ ഈ സത്വഗുണം ഈ രജോ ഗുണ തമോ ഗുണങ്ങളാകുന്ന പായൽ കൊണ്ട് മറഞ്ഞിരിക്കുന്നു. ആർക്കുമില്ല സത്വഗുണം. എന്നാൽ സത്വഗുണമാണ് ഇതിൽ ഉള്ളത്. മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംശ്രയം. മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ സത്വഗുണത്തിൻ്റെ ചേലാണ് മനുഷ്യത്വം. സഹജീവികളിൽ കാരുണ്യം, ദയ, എല്ലാവരോടും മമത, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥന, ഇതെല്ലാം സത്വഗുണത്തിൻ്റെ ചേലുകളാണ്. അവിടെ ഈ പറയുന്ന ഭേദമില്ല, സത്വഗുണത്തിന് ഭേദമില്ല. അത് സ്വാമി പറഞ്ഞെങ്ങനെയെന്ന് വെച്ചാൽ ഈ രജോ ഗുണം എന്ന് പറഞ്ഞാൽ ഖണ്ഡമാണ്, സത്വഗുണം അഖണ്ഡമാണ്. അതുകൊണ്ടാണ് അതിൽ പ്രതിഫലിച്ച് ഈശ്വരൻ അഖണ്ഡൻ എന്ന് പറഞ്ഞത്. എന്നാൽ അതേ കണക്ക് ഈ രജോ ഗുണത്തിൽ പ്രതിഫലിച്ച ജീവൻ ഖണ്ഡനാണ്, ഖണ്ഡസ്വരൂപമാണ്. ഖണ്ഡമാണ്. സാറ് വേറെ, ഞാൻ വേറെ, ശ്രീ കൃഷ്ണപ്രസാദ് വേറെ, ഇങ്ങനെ ഇരിക്കുകയാണ്. വാസ്തവത്തിൽ ഇത് ഈശ്വരൻ, അതായത് ആത്മഭാവത്തിൽ എല്ലാം ഒന്നാണ്, ദ്വൈതമാണ്. അന്യമായിട്ട് ഒന്നും തന്നെ ഇല്ല സർ. വാസ്തവത്തിൽ അന്യമായിട്ടുണ്ടെന്ന് തോന്നുന്നത് അജ്ഞാനം കൊണ്ടാണ്. ഈ അജ്ഞാനം എന്താണ്? തൻ്റെ വാസ്തവ സ്വരൂപത്തെ ഉണരാത്തതാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൊരു കഥ സാറിന് ഓർമ്മയിലുണ്ട്. ബുദ്ധൻ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് വരവേ അദ്ദേഹത്തിൻ്റെ സ്വഭാവം പറഞ്ഞു തരാം. സൂര്യനെ പോലെ, മുഖമൊക്കെ സൂര്യനെ പോലെ ഉണർന്നു നിൽക്കുന്ന ഒരു രൂപമാണ്. എതിരെ വന്ന ഷെപ്പേർഡ് ബോയ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് ആട്ടിടയനായിരിക്കും. അപ്പോൾ അവർ ചോദിച്ചു, അല്ലയോ അങ്ങ് എന്താണ് ചോദിച്ചു. അങ്ങ് ആരാണെന്നല്ല ചോദിച്ചത്, അങ്ങ് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആ പയ്യനത് അറിയാനുള്ള ശേഷി ഇരിക്കുകയാണ് ഈ കുട്ടിക്ക്. അല്ലെങ്കിൽ ആ ചോദ്യം വരില്ല. അല്ലെങ്കിൽ ഹു ആർ യു എന്ന് ചോദിക്കുന്നു, ഇത് വാട്ട് ആർ യു എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ ആം എവേക്കഡ് ബുദ്ധ, ഞാൻ ഉണർന്നവനാണ്. സത്യത്തിൽ എല്ലാവരും അതിൻ്റെ അർത്ഥം തന്നെ നിരൂപിച്ചാൽ എല്ലാവരും ഈ അജ്ഞാന നിദ്രയിലാണ്. ഈ രജോ ഗുണം തമോ ഗുണം കലർന്നിരിക്കുന്ന ഈ സ്വഭാവത്തെയാണ് മയക്കം എന്ന് പറയുന്നത്. ഇതിനെയാണ് ഉറക്കമെന്നും പറയുന്നത്. സാർ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ മക്കളിൽ മയങ്ങി, ഭാര്യയിൽ മയങ്ങി, ധനത്തിൽ മയങ്ങി, ബന്ധുബലത്തിൽ മയങ്ങി, പ്രതാപത്തിൽ മയങ്ങി, സ്ഥാനമാനങ്ങളിൽ മയങ്ങി, ധനത്തിൽ മയങ്ങി, ഇങ്ങനെ മയങ്ങിയിരിക്കുകയല്ലേ സാർ ആക്ച്വലി. നമ്മളപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നല്ലേ അർത്ഥം. ഇതിൽ നിന്ന് ഉണർന്നവരെയാണ് ഉണർന്നവർ എന്ന് പറയുന്നത്. ഇവരെയാണ് ജ്ഞാനികളെന്ന് പറയുന്നത്. അപ്പം ബുദ്ധനെ സംബന്ധിച്ച് അയാൾ ഇതിൽ നിന്ന് ഉണർന്നു, ഈ അജ്ഞാന നിദ്രയിൽ നിന്ന് ഉണർന്നു. നമ്മൾ പറയുന്ന ഉറക്കം അല്ലല്ല, ഇത് ഉറക്കമാണ്. ഇതൊരു ഇപ്പം ഇരിക്കുന്ന ഈ അവിചാരമായിരിക്കുന്ന ആത്മാവിനെ താൻ ആത്മാവെന്ന് പറഞ്ഞിട്ടും ബോധിക്കാതിരിക്കുന്ന ഈ അവസ്ഥയുണ്ടല്ലോ, ഇത് ഉറക്കമാണ്. ഇതാണ് ജാഗ്രതയിലെ ഉറക്കം.
അതുകൊണ്ട് മഹത്തുക്കൾ തന്നെ പറഞ്ഞു, ജാഗ്ര സ്വപ്നം. ജാഗ്രം എന്ന് പറയുന്നത് ഒരു ദീർഘസ്വപ്നമാണ് പോലും. ദീർഘസ്വപ്നം ജഗം വന്നതും പാരാമൽ പോന്നതും നിനയാമൽ ബോധമായി പൂർണ്ണമായി ഇരിപ്പായ ഇതിൽ നിന്നൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ യുക്തി എടുത്ത് നമ്മൾ വച്ച് കാലക്ഷേപം ചെയ്ത് നോക്കണം. അപ്പോൾ അറിയാം ഇതിൻ്റെ വ്യത്യാസങ്ങൾ. അവർ പറയുന്ന യുക്തികളെ നമുക്ക് ചിലപ്പോൾ ദഹിക്കാതെ ആയിരിക്കും ഇരിക്കുന്നത്. സാരമില്ല, പക്ഷെ ദഹിക്കുന്നില്ലെന്ന് വിചാരിച്ചാൽ തെറ്റാണോ? വീണ്ടും 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 ശോധന ചെയ്ത് അതിൽ തന്നെ നമ്മൾ അതിൻ്റെ യുക്തികളും അതിനെപ്പറ്റിയുള്ള ചിന്തനങ്ങളും ചെയ്തുകൊണ്ട് കാലക്ഷേപം ചെയ്താൽ മതി. അത് ഇങ്ങനെ പോട്ടെ, ഇങ്ങനെ പോട്ടെ. പതുക്കെ 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 നമ്മളറിയാതെ നമ്മളെ സ്വാധീനിച്ച് നമ്മളെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് കൊണ്ടുവന്ന് ചാടിക്കുക. ഇത് അവരുടെ വാഗ്ദാനങ്ങളാണ്. ഇത് അവർ പറയുന്ന ഉറപ്പാണ്. അല്ല, വേറൊരു വഴി ഇതിലില്ല. അതുകൊണ്ട് എങ്ങനെയാണ് ഇതിൽ പശുമാട് ദൃഷ്ടാന്തം പോലെയാണ്. പശുമാടല്ല, പശുമാട് ദൃഷ്ടാന്തമല്ല. അപ്പം ഈ പശു ഉണ്ടല്ലോ, നമ്മൾ ആ പുല്ലിട്ട് കൊടുത്താൽ പറ തിന്നിട്ട് അത് പതുക്കെ അങ്ങ് കിടക്കുന്നതാണ്. കിടന്നിട്ട് ഓരോന്നിനെ എടുത്ത് ഇങ്ങനെ ചവച്ച് 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 അയവട്ടില്ല. ഇതുപോലെയാണ് കിട്ടുന്നതെല്ലാം അങ്ങ് ഭക്ഷിക്കുക. എന്നിട്ട് അതിനെ എടുത്ത് വിചാരം ചെയ്യുന്ന ഒരു സ്വഭാവമാണ് പറഞ്ഞത്. അതിനെ ചവച്ച് ചവച്ച് ഇങ്ങനെ അതിലിങ്ങനെ രസം, ആ രസത്തെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് പശു കിടക്കില്ല. ഇതുപോലെയാണ്. അല്ലാതെ കിട്ടുമ്പോൾ ഒന്നും കളയരുത്. അത് നമുക്കത് ഉപയോഗമുള്ളൊന്നും ഉണ്ടതില്ല. എന്തായാലും ശരി, ഒരു റോസപ്പൂവാണെങ്കിൽ അതിൽ കുറേ മുള്ളും കുറേ ആവശ്യമില്ലാത്ത ഓരോ സാധനങ്ങളില്ലേ, ഇതുപോലെ എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ കണക്കാക്കരുത്. അതിൽ കിട്ടുന്ന അതിനകത്ത് അല്പമാത്രമായിട്ടെങ്കിലും അതിൻ്റെ സത്യം ഇരിക്കുകയാണ്. അതിനെ നമ്മൾ ഗ്രാസ്പ് ചെയ്തോളാം. ഇവിടെ സ്വാമി പറഞ്ഞ എന്താണ്? മുൻപ് പറഞ്ഞ സാക്ഷിരൂപ സന്യാസി, ഈ സന്യാസിമാരെ പറ്റി പറയുമ്പോൾ അവർ ഈ ലോക വിഷയങ്ങളെല്ലാം ത്യജിച്ചവരാണ് എന്നാണ് അറിയപ്പെടുന്നത്. മാത്രമല്ല, അവർക്ക് ഇതിലിരുന്ന പ്രവൃത്തിയും അവർ വച്ച് അവസാനിപ്പിച്ചവരാണ്. എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു. അവർ കരുതുന്ന ഇങ്ങനെയാണ്, എത്രയോ ജന്മങ്ങളായിട്ട് ഞാൻ ഈ ദേഹമെടുത്ത് ഈ അജ്ഞാനത്തിൽ വന്നിരുന്ന് ദുഃഖത്തെ അനുഭവിക്കുന്നു. ഭഗവാനെ, എനിക്കിതൊന്നും ഒരു മോചനം വേണം, എനിക്കിനി ജനിക്കാൻ വയ്യ. എത്രയോ മഹത്തുക്കൾ പ്രാർത്ഥിച്ചത് നമുക്ക് ചിന്മയാനന്ദ സ്വാമി പറഞ്ഞു തന്നിരിക്കുന്നു. എനിക്കിനി ജനിക്കാൻ വയ്യ. പ്രത്യേകിച്ച് ഒരു അമ്മയുടെ വയറ്റിൽ ഒരിക്കലും ജനിക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ അമ്മയുടെ വയറ്റിലെല്ലാം ജനിച്ചവരുമുണ്ട്. എത്രയോ വലിയ വലിയ മഹത്തുക്കൾ ജനിച്ചിരിക്കണം. അപ്പോൾ ഇത് അത്രയും ദുഃഖമാണ്. കുംഭീപാത നരകം എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ അത് മാതൃ ഗർഭത്തിൽ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ അത് ഇങ്ങനെ ഒരു വിഷമം, ഈ ഒരു വൈഷമ്യം എനിക്കിനി വരണ്ട എന്നൊരു തീരുമാനം ഞാൻ എടുക്കേണ്ട അവസ്ഥ. ഈ തീരുമാനം എടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം സാറിനുണ്ട്, എനിക്കുമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതിനാരും കുറ്റം പറയാൻ ഒക്കില്ല. ഇനി അങ്ങനെ ചെയ്തത് കൊണ്ട് ലോകം നമ്മളെ കുറ്റപ്പെടുത്തുന്നു പറയണമെങ്കിൽ ലോകമാണ് കുറ്റം, ലോകത്തിനാണ് കുറ്റം. മനസ്സിലായില്ലേ? അതിൽ മാത്രം ഇതാണ് പുരുഷാർത്ഥം. ഈ പുരുഷാർത്ഥത്തിലേക്കാണ് ഒരു ജന്മം കൊണ്ട് ഒരാൾക്ക് നേടേണ്ടത്. പുരുഷാർത്ഥമാണ്. നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോയത് ആ സത്വഗുണത്തെ തൊട്ടതുകൊണ്ടാണ്, അല്ലെങ്കിൽ പറയില്ല. എന്താണ് സത്വഗുണം എന്ന് വെച്ചാൽ വിദ്യ എന്നാണ് അതിൻ്റെ വേറൊരു പേര്. വെളുപ്പാണ് അതിൻ്റെ നിറം. ഈ സത്വഗുണം അഖണ്ഡമാണ്, അതാണ് അതിൻ്റെ വ്യാപ്തി. ഈ സത്വഗുണത്തെ പ്രതിഫലിച്ച് ചൈതന്യത്തിന് ഈശ്വരൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈശ്വരൻ അഖണ്ഡ സ്വരൂപനാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരൻ കർമ്മം പറ്റി. ഈശ്വരൻ പ്രവർത്തിക്കാത്തവനെന്നല്ല അർത്ഥം. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നുള്ള 3 കാര്യങ്ങളെ ചെയ്യുന്ന ഒരൊറ്റ ഈശ്വരനാണ്. ആ ഈശ്വരൻ സത്വഗുണത്തെ സ്വീകരിച്ച് സ്ഥിതിയും, രജോ ഗുണത്തെ സ്വീകരിച്ച് സൃഷ്ടിയും, തമോ ഗുണത്തെ സ്വീകരിച്ച് സംഹാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരനായിട്ടിരിക്കുന്നത്.
ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ ഈശ്വരൻ്റെ 3 ഗുണങ്ങൾ സ്വീകരിച്ച് അതിൽ പറ്റാതെ നിന്ന് ചെയ്യുന്ന പ്രവൃത്തി എന്നാണ്. അപ്പോൾ ഈ ഗുണം, ഈ സത്വഗുണം പ്രധാനമായി വരുന്നത് തന്നെ ജ്ഞാനം, അത് തന്നെ ഈശ്വരത്വം. ഈശ്വരൻ ഈ ഗുണം ഉള്ളതുകൊണ്ട് ഈശ്വരൻ ജ്ഞാനിയാണ്. ജ്ഞാനി എന്ന് പറഞ്ഞാൽ കർമ്മം പറ്റുന്നില്ല, പിന്നെ എന്ത് പ്രവർത്തിക്കാം, എന്ത് ചെയ്യാം, അതൊന്നും തന്നെ തനിക്ക് ബാധകമല്ല. ആത്മാവ് എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇതെല്ലാം ഇതിൻ്റെ മുമ്പിൽ നടക്കുന്നു. കേവലം സാക്ഷിയായിട്ട് ആത്മാവ് ഇരിക്കുന്നത് എങ്ങനെയോ അപ്രകാരം തന്നെ ഈശ്വരനും ഇരിക്കും. അങ്ങനെ ഒരു കഴിവാണ് ഈശ്വരന് ജീവനെ അപേക്ഷിച്ച് ലഭിച്ചിരിക്കുന്നത്. ജീവൻ ആ കഴിവില്ല. കാണുന്നതെല്ലാം അവനെ ചിത്തത്തെ ചലിപ്പിച്ച് വികാരപ്പെടുത്തി ദുഃഖത്തെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരു നോട്ടം, ഒരു ശബ്ദം, ഒരു സ്പർശം, ഒരു ഗന്ധം, ഇതെല്ലാം ജീവനെ അലോസരപ്പെടുത്തി വൃത്തികളെ ഉൽപ്പാദിപ്പിക്കുന്ന മെറ്റീരിയൽസാണ്. ഇതിൽ നിന്ന് എങ്ങനെ സാർ ഓവർകം ചെയ്യാൻ പറ്റും? ഇത് അഞ്ചും ഇല്ലാതെ നമുക്ക് പിന്നെ നമുക്ക് വെളിയിലിറങ്ങി പെരുമാറാൻ പറ്റുമോ? എന്തോ ടൈറ്റാനിയം ആളുകൾ ചാവുന്ന ഒരു ഇതാണ് ഇവന്മാർ എന്തോ അല്ലേ? ഇങ്ങനെ ഓരോന്നും ശബ്ദസ്പർശ രൂപരസ ഗന്ധമാകുന്ന ഈ 5 മാറ്ററും കൂടെയാണ് ഈ മനസ്സ്, ഈ ഇന്ദ്രിയങ്ങൾ കണ്ണു മൂക്ക് നാക്ക് ചെവി കൂടെ അകത്ത് കയറ്റി മനസ്സിനെ വ്യവഹരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവർ പറഞ്ഞ് എല്ലാത്തിനും അടയ്ക്കാൻ പറയും. ഈയൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് അടച്ചിട്ട് ഇരിക്കുന്ന ധ്യാനമായിട്ട് നമുക്ക് പറയാം. പക്ഷെ എന്നാലും ഇതിൻ്റെ പ്രതിധ്വനി, ഇതിൻ്റെ ഓളങ്ങളോട് കിടക്കില്ല. ആ ഓളങ്ങൾ എങ്ങനെ മാറ്റാൻ പറ്റും സാർ? അതാണ് ഇവിടെ ജ്ഞാനം കൊണ്ടല്ലാതെ മാറ്റാൻ പറ്റില്ല. ജ്ഞാനം എന്താണ് പറയുന്നത്? ഈ പ്രപഞ്ചം മിഥ്യയാണ്. ഇതിൽ പ്രപഞ്ചം വിദ്യ, അത് ബ്രഹ്മം സത്യം, ജഗത്ത് വിദ്യ, ജഗത് വിദ്യ. അതെ, ഒന്ന് പറയുന്നത് ബ്രഹ്മസത്യം ജഗത് വിദ്യ. ഇതാണ് നമ്മുടെ ശങ്കരഭഗവത്പാദരുടെ ഒരു സിദ്ധാന്തമാണ്. ബ്രഹ്മസത്യം ജഗത് വിദ്യ. ജീവോ ബ്രഹ്മോപ ബ്രഹ്മ. അപ്പം വാസ്തവത്തിൽ ഈ ജഗത്ത് മിഥ്യയാണ്. ഈ മിഥ്യയാണെന്ന് ഉപദേശിച്ച ഈ ജ്ഞാനം കൊണ്ട്, ഈ അറിവ് കൊണ്ട്, ഈ വിവരം കൊണ്ട് മാത്രമേ ഈ ലോകത്തെ നമുക്ക് അതിജീവിക്കാൻ പറ്റൂ. ഈ ലോകമായിരിക്കുന്നത് 5 തത്വങ്ങളാണ്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ജലം, വായു, അഗ്നി, പൃഥ്വി. ഇങ്ങനെ 5 ഭൂതങ്ങളാണ്. ഈ ഭൂതങ്ങൾ സംബന്ധപ്പെട്ട് നമുക്ക് ഈ സത്യബുദ്ധി ഉള്ളതുകൊണ്ടാണ് നമ്മളുടെ മനസ്സ് വ്യവഹരിച്ച് തൻ്റെ ആത്മസ്വരൂപത്തെ മറക്കുന്നത്. എന്നാൽ ഇത് മറക്കാതിരിക്കാനായിട്ട് എന്തെങ്കിലും ഉപായമുണ്ടോ? ഇതിലിപ്പോൾ കണ്ണ് തുറക്കാതെ നടക്കാൻ പറ്റില്ല, ശ്വസിക്കാതെ ജീവിക്കാൻ പറ്റില്ല, ആഹരിക്കാതെ പിന്നെ ശരീരം പുലർത്താൻ പറ്റില്ല, ഈ പറയുന്ന ചൂട് അഗ്നിയില്ലാതെ പാചകം ചെയ്യാൻ പറ്റില്ല, പിന്നെ ശരീരത്തിന് ചൂട് ആവശ്യമാണ്. ഇങ്ങനെ ഓരോന്നും അത്യന്താപേക്ഷിതമായി ഇരിക്കുക. ഇതിനെങ്ങനെ ഓവർകം ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഒരു വലിയ അത്ഭുതപ്പെട്ട എല്ലാവരും ഇരിക്കുന്നു. പിന്നെ മഹത്തുക്കളായവരോട് അവർ ചോദിക്കണേ, സ്വാമി നിങ്ങൾ ജ്ഞാനിയല്ലേ, നിങ്ങൾക്ക് ആഹാരം വേണോ? ഇനി നിങ്ങൾ ജ്ഞാനിയല്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ ഇനി വായു, ഇതിനെല്ലാം ഓവർകം ചെയ്തതല്ലേ നിങ്ങൾ എന്നുള്ള ഭാവം. ഇവിടെയൊക്കെയാണ് സാറേ ഈ ആശയക്കുഴപ്പങ്ങൾ വന്നിട്ടാണ് ഇതിലോട്ട് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ആകർഷിക്കാതിരിക്കുന്നത്. യുക്തിവാദികളായിട്ട് എത്രയോ പേര് പോയില്ലേ സുരേഷ്? ആ യുക്തിവാദത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ജ്ഞാനികളായവർ അവർ നോക്കണ ഇതാണ്. അവർ വളരെ ഉറ്റുനോക്കും ഈ ജ്ഞാനികളായവർ. അവരെ ഇപ്പം ചിത്രാസേന ഗുരുദേവനെ ശുശ്രൂഷിച്ച ഒരാൾ, അവരെ വീശിക്കൊണ്ടുവന്ന ഒരാൾ ഞാൻ ഇടയ്ക്ക് കണ്ടു അവിടെ സന്നിധിയിൽ വെച്ച്. നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് ഭഗവത്ഗീത പൂജ്യനായിട്ടാണ്. ഇങ്ങനെ സ്വാമി ഒരു മഹാത്മാവിനെ വീശിക്കൊടുത്തു, അദ്ദേഹത്തിന് പിന്നെ ഗുരുസേവ ചെയ്ത് നിൽക്കുകയല്ലേ. ആരും പറയാം പ്രഭാകരനാണ്. അല്ല, സുബ്രഹ്മണ്യല്ല ഞാൻ പറഞ്ഞത്, വേറൊരാൾ. അറിയാമോ? ഒരു വെള്ള ഡ്രസ്സിൽ വരുന്ന ഒരാൾ പ്രഭാകരനാണ്. മഞ്ഞ ഡ്രസ്സിൽ അല്ലല്ല, മഞ്ഞ ഡ്രസ്സും അല്ല. ഒരാളുണ്ട് കേട്ടോ സാർ, ഞാൻ പറഞ്ഞുതരാം, കാണിച്ചു തരാം.
അപ്പോൾ അയാൾ അച്ഛൻ സ്വാമിയുള്ള കാലത്തും ഇദ്ദേഹത്തിനോട് വലിയ ബഹുമാനമാണ്. കാരണം എപ്പോഴും വീശിക്കൊണ്ടും അല്ലെങ്കിൽ കാലിൽ എന്തെങ്കിലും തടവിക്കൊണ്ടും അതൊക്കെ അവിടെ ഇരിക്കുകയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യും. അത് കവിയുമാണ് ഇയാൾ. അപ്പോൾ ഒടുവിലൊക്കെ ആയപ്പോൾ സ്വാമി ചോദിക്കുമായിരുന്നു, ഈ മലമൊക്കെ പോകും. സ്വാമി പറഞ്ഞു, ദുർഗന്ധം ഉണ്ടോ എന്ന് ചോദിക്കും. ഇല്ല സ്വാമി, ഇത് കുഴപ്പമില്ല. കാരണം വേറൊരു കാഷ്വലായി പോയി. ഇത് സംഗതി മനസ്സിലായോ? ഇവിടെ എല്ലാം വെച്ച് ഇവർക്ക് അവരോടുള്ള മതിപ്പ് കുറയുന്ന കാര്യത്തിലേക്ക് ജീവൻ ഉറ്റു നോക്കി നിൽക്കുന്നവരാണ്. കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു രൂപത്തിൽ നിൽക്കുന്ന ഒരു സ്വഭാവത്തെയാണ് ഈ ജീവത്വം എന്ന് പറഞ്ഞത്. വേറെ ഒന്നുമില്ല. എത്ര വലിയ ആളാണെങ്കിലും അവർ പറയും, ആദ്യം പറയും, ഓഹോ അങ്ങനെയാണല്ലേ. എന്നിട്ട് അവൻ്റെ കാകദൃഷ്ടി കൊണ്ട് നോക്കും. ഒളിഞ്ഞും തെളിഞ്ഞും അവനെ നോക്കും, അയാളെ നോക്കും. നോക്കിയിട്ട് എന്തിനാണ് കണ്ടുപിടിക്കുന്നത്? നല്ലതൊന്നും കാണാത്തില്ല. അതിൽ കിടക്കുന്ന കുറ്റമെന്ന് ഇവർ പറയുന്ന കുറ്റമാണോ അത്? അത് ശരീരത്തിൻ്റെ ചേഷ്ടകളല്ലേ. ഈ ശരീര ചേഷ്ടമായിട്ട് അവർക്ക് ബന്ധമില്ലെന്നുള്ള കാര്യം ഇയാൾക്കറിയാമോ? ഒരാൾക്കറിയാൻ പറ്റുമോ? ശരീരം അതിൻ്റെ ധർമ്മത്തെ ചെയ്തുകൊണ്ട് ഇതിലിരിക്കുന്നു. മനസ്സ് അതിൻ്റെ ധർമ്മത്തെയാണ് ചെയ്തത്. ഇതിനെ പിരിച്ചറിഞ്ഞ ഒരാളിനെയാണ് ഞാനെന്ന് പറഞ്ഞത്. അല്ലാതെ അവർക്ക് ശരീരം അറ്റുപോവുകയല്ല ചെയ്യുന്നത്. എല്ലാ ധർമ്മങ്ങളും ഇതിൽ ഇരിക്കുമ്പോൾ ഇപ്പോൾ അത് ഞാൻ ചെയ്യുന്നു, എനിക്കത് ബാധിക്കുന്നു. കർത്തൃത്വ ഭോക്തൃത്വ രൂപത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇത് മാറി താൻ ഇതിൻ്റെ ഒന്നും കർത്താവുമല്ല, അതുകൊണ്ട് താൻ ഇതിൻ്റെ ഒന്നും ഭോക്താവുമല്ല എന്നറിയും. പറഞ്ഞു മാത്രമല്ല, അനുഭവിച്ചും അറിയും. അങ്ങനെ ഒരു അനുഭവ രൂപം നമ്മിലിരിക്കുന്നു. അതാണ് സച്ചിദാനന്ദ രൂപമായിരിക്കുന്ന ആത്മ. ഇത് ആദ്യ അറിവാണ്, അദ്വൈതമായിരിക്കുന്ന അറിവാണ്. ഇതിൽ ദ്വൈതമില്ല. വേറൊന്നും കൊണ്ടല്ല ഇതിനെ അറിയണത്. ഇത് സ്വയമേവ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു, സൂര്യനെ പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ മറയ്ക്കാൻ ഒന്നിനും സാധിച്ചിട്ടില്ല. ഇത് തന്നെ നമുക്ക് പറയാം, കാർമേഘം സൂര്യനെ മറച്ചു എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ ആ സൂര്യനാലാണ് ആ കാർമേഘം വെളിപ്പെട്ടിരിക്കുന്നത്, അല്ലേ സർ? ഇതുപോലെയാണ്. അപ്പം മറച്ചു എന്ന് പറയുന്നതെല്ലാം അതിൻ്റെ പൂർണ്ണമായ മറപ്പിന് സാധ്യമല്ല ഒന്നിന്. പക്ഷേ ആ സൂര്യൻ്റെ ആ ഒരു ബിംബത്തെ മറച്ചു, പക്ഷേ അതിൻ്റെ സാമാന്യമായ പ്രകാശത്തെ മറയ്ക്കാൻ സാധിച്ചിട്ടില്ല. ഇതുപോലെ ഈ സാമാന്യ പ്രകാശമാണ് സത്വരൂപമായിട്ട് നിന്നിട്ട് എല്ലാം ഉണ്ട് എന്നുള്ള പ്രതീതിക്ക് വിഷയമായിരിക്കുന്നത്. ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഞാനുണ്ട്, ഒരു തീരുമാനം വന്നിട്ടില്ലേ? അപ്പോൾ അവർ പറയുന്നു, ഈ ഉണ്ട് എന്നുള്ളത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഉള്ളവനായി താനുള്ളത് കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആത്മസ്വരൂപം പ്രകടമാണ് എല്ലാവർക്കും. ഉണ്ട്, എല്ലാവർക്കും അറിയാം. ഞാനെന്നുള്ള പറയുന്നത് ആരും ആലോചിച്ചോ ചിന്തിച്ചോ ഊഹിച്ചോ ഒന്നും അല്ല പറയുന്നത്. ഞാൻ ഈ ഞാനെന്ന് പറയുന്ന ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്തോ? സ്കൂളിലെങ്ങാനും പഠിപ്പിച്ചോ? നിങ്ങൾ ഞാനെന്ന് പറയണം, അത് പഠിപ്പിക്കാൻ പറ്റുമോ? ചെയ്തു സാർ. പേര് പഠിപ്പിച്ചു കൊടുത്തു. മൈ നൈം ഈസ് ചന്ദ്രൻ, മൈ നൈം ഈസ് ഗോപാലകൃഷ്ണൻ എന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്തു പണ്ടേ കൊച്ചിലെ. പക്ഷെ ഞാനെന്നുള്ളത് ആരെങ്കിലും പഠിപ്പിച്ചോ? പഠിപ്പിച്ചിട്ടില്ല സാർ. അത് സ്വയംഭൂവാണത്. സ്വയംഭൂവാടി. ഞാൻ എവിടെ നിന്ന് ഉദരണം നോക്കണം? ഞാൻ എന്ത് സ്വാമി ചിദാനന്ദ പറയും, എന്തിനും ഏതിനും ഞാൻ എന്നെ തൊടാതെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? സ്പർശിച്ച ആദ്യം എവിടെയാണ്? വാസ്തവത്തിൽ അതാണ് സത്യം. ആദ്യത്തെ ആ സ്പർശം ഞാൻ എന്ന് പറയുന്നത്, അത് കഴിഞ്ഞാണ് മറ്റത്. രമണ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, ഞാനെൻ്റെ ഉണർന്നവിൻ എല്ലാം ഉണരും, ഞാനെൻ്റെ എഴുന്നവിൻ എല്ലാം എഴുവും. അതുകൊണ്ട് സ്വാമി പറഞ്ഞു, ഇത് ഇതാണ് ആത്മവിചാരം. ഈ ആത്മവിചാരം ചെയ്തിരിക്കുന്ന രൂപത്തിൽ മാത്രമാണ് ഈ ലോകപ്രതീതിയെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നത്. അല്ലാതെ ഇത് ഒരാൾ പറഞ്ഞു ഇതൊക്കെ വിദ്യയാണ്, ഇത് വിദ്യയാണല്ലേ, വിദ്യയാണെന്ന് പറഞ്ഞു, താനും പറഞ്ഞു, 10 പേർക്ക് പറഞ്ഞും കൊടുത്തു, ഇങ്ങനെ വിദ്യയാണ്. എന്തൊരർത്ഥത്തിനർത്ഥം വിദ്യ എന്ന് പറഞ്ഞു? ഇതൊരു പ്രതീതി മാത്രമാണെന്നുള്ളത് അവർ പ്രൂവ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജനിച്ചപ്പോഴുള്ള ഭൂമിയല്ല ഇത്. ഇപ്പം നമ്മൾ ഒരു വീടുണ്ടായിരുന്നിടത്ത് 100 വീടായി. ഒരു നദി അതുവഴി പോയിക്കൊണ്ടിരുന്നു, അതിപ്പോൾ കാണാനില്ല, അത് വേറൊരു സ്ഥലത്തൂടെ ഒഴിവായി. അപ്പോൾ ഈ രൂപത്തിൽ ഈ പരിവർത്തനങ്ങൾ
മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് സ്ഥിരമല്ല, ശാശ്വതമല്ല. ഇങ്ങനെ ഇരിക്കുന്ന അശാശ്വതമായിരിക്കുന്ന ഇത് ആത്മാവല്ലെന്ന് പറയാൻ വേണ്ടിയാണ്. ഇത് ആത്മാവല്ല, ഇത് വെച്ചാൽ സത്യമല്ല എന്നാണ് ആത്മാവല്ല എന്ന് പറഞ്ഞതിൻ്റെ വേറൊരർത്ഥം. ഇത് സത്യമല്ല സാർ, അതുകൊണ്ട് എന്താ സാർ നമുക്ക് പ്രയോജനം? അവർക്ക് ഇത്ര ഉദ്ദേശമുള്ളൂ, ഇത് സംബന്ധിച്ചൊരു വ്യവഹാരം നിനക്കുണ്ടാവട്ടെ. ഇത് സംബന്ധിച്ചൊരു വ്യവഹാരം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആ പരമാർത്ഥത്തെ പറഞ്ഞു കൊടുക്കുന്നതാണ് വേദം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ പരമാർത്ഥത്തെ പറഞ്ഞാലും അവനത് ബോധിക്കാൻ അത്ര ഈ പറഞ്ഞ മനസ്സുകൊണ്ടൊന്നും പറ്റില്ല. അതുകൊണ്ട് ഈ മനസ്സിനെ സംസ്കരിക്കണം. ആ മനസ്സ് എങ്ങനെയുള്ള മനസ്സാണ്? ഇവിടെ സത്വഗുണ പ്രധാനമായി ശുദ്ധമായ മനസ്സ് വരണം. അങ്ങനെ വരുന്ന മനസ്സിൽ ഈ പറഞ്ഞില്ലേ, അത് വന്നിട്ട് ഒരു ഒരു പ്രത്യേക അനുഭൂതിയിലാണ് ഇതെല്ലാം കേൾക്കുന്നത്. അവരിത് കേൾക്കുന്ന, വേദം കേൾക്കുന്നത് മുറട്ട് നിലയിൽ നിന്നുകൊണ്ടല്ല, ഒരു അനുഭൂതിയിൽ നിന്നാണ് ഇത് കേൾക്കുന്നത്. ആ ശ്രവണത്തിൽ തന്നെ അവർക്ക് അതിൻ്റെ യഥാർത്ഥ അർത്ഥം തോന്നും. അങ്ങനെ തോന്നണം. ഇത് തോന്നേണമേ വരദ നാരായണായ നമഃ. തോന്നുന്നതിന് എന്നെ അനുഗ്രഹിക്കണം. അങ്ങനെ തോന്നുന്നതിന് എന്നെ അനുഗ്രഹിക്കണം. എങ്ങനെ? ഒന്നായ നിന്നു കണ്ടെന്ന ഭാവമത് തോന്നായിക വേണമിക തോന്നുന്നതാകിലകിലം ഞാനിതെന്ന പടി തോന്നേണമേ വരദ നാരായണായ. ഇതൊക്കെ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥ വ്യാഖ്യാനം ചെയ്യണം, നല്ലപോലെ നിരൂപണം ചെയ്യണം. എഴുത്തച്ഛൻ്റെ ഈ ജ്ഞാനം, അതായത് എഴുത്തച്ഛൻ്റെ ഹരിനാമകീർത്തനം, ഈ ഹരിനാമകീർത്തനം ദിവസവും ചൊല്ലാൻ പറഞ്ഞു കേട്ടോ. കാരണം ഇതിൽ നമുക്ക് നമ്മുടെ വേദത്തിൻ്റെ അർത്ഥത്തെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ് എഴുത്തച്ഛൻ. ഇതിൻ്റെ അർത്ഥത്തെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്, അത് മനസ്സിലാക്കി. അപ്പോൾ മുൻപ് പറഞ്ഞ സാക്ഷിരൂപ സന്യാസി, അവരാൽ പാർക്കപ്പെട്ട പുരുഷൻ, ആ പുരുഷൻ്റെ അവസ്ഥ, അവൻ്റെ വ്യാപാരങ്ങൾ, ഇവകളുടെ ഗുണങ്ങളൊന്നും എങ്ങനെ തൊടാൻ സാധിക്കില്ലയോ, അതുപോലെ ആത്മാവിൽ കാണപ്പെടുന്ന അഹങ്കാരം, അതിൻ്റെ അവസ്ഥ, ആത്മാവിൻ്റെ അവസ്ഥ അഹങ്കാരത്തിൻ്റെ അവസ്ഥ ഏതാണ്? പിന്നെ സുരേഷ്, ഈ അഹങ്കാരത്തിൻ്റെ അവസ്ഥ ഏതൊക്കെയാണ് ഒന്ന് പറയൂ. ഈ അഹങ്കാരത്തിൻ്റെ അവസ്ഥയാണ് ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തി. ആത്മാവിൻ്റെ അവസ്ഥയല്ല. അത് ജാഗ്രതത്തിൽ എല്ലാം കൂടെ സജീവമായിരിക്കുന്ന അഹങ്കാരം, സ്വപ്നത്തിൽ അതിൻ്റെ രണ്ട് ഉപാധി നീങ്ങി വരുന്ന അഹങ്കാരം. ഇങ്ങനെ അഹങ്കാരത്തിന് തന്നെ ആ സുഷുപ്തിയിലെ അഹങ്കാരം എന്ന് പറയുന്നത് എന്തിനാണ്? വളരെ ലോപിച്ചു പോയി. കാരണം അവിടെ കേവലം പ്രാണൻ മാത്രമേ ഉള്ളൂ ഉപാധി. കോശമോ ആനന്ദമയ കോശമാണ് അവിടുത്തെ കോശം. ഒരു കോശവും ഒരു ഉപാധിയാണ്. അപ്പോൾ ജാഗ്രതത്തിൽ എങ്ങനെയാണ്? 5 കോശമാണ്: അന്നമയം, മനോമയം, പ്രാണമയം, വിജ്ഞാനമയം, ആനന്ദമയം. അതുപോലെ ഉപാധി എത്രയാണ്? ഏതൊക്കെയാണ് ഉപാധികൾ? ദേഹം, പ്രാണൻ, അങ്ങനെ 7 ഉപാധികൾ. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, പ്രാണൻ, ഇങ്ങനെ 7 ഉപാധി. അപ്പോൾ ഈ 7 ഉപാധിയും ഈ 5 കോശവും കൂടെ നിന്ന് ഒരു നിലയാണ് ജാഗ്രത അവസ്ഥ. ഇതാണ് ജാഗ്ര അഭിമാനം എന്നും ജാഗ്രത അഹങ്കാരം എന്നൊക്കെ പറയാം. അഹങ്കാരം വെച്ചാൽ എന്തിനാണ് സുരേഷ്? ഒരു മുഴപ്പെന്നാണ്. ഒരു മുഴപ്പ്. നമ്മൾ ഒരു നോർമൽ സ്റ്റേജിൽ ഒരു മുഴപ്പാണ് അഹങ്കാരം. ആ നോർമൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ അടിത്തറയായിട്ട് കിടക്കുകയാണ്. അതിലൊരു മുഴപ്പാണ് വൃത്തി, ഇതിന് അഹങ്കാരം. ഇനി അത് കഴിഞ്ഞ് സ്വപ്നത്തിലേക്ക് പോവുകയാണ്. സ്വപ്നത്തിലേക്ക് പോയതിന് ഈ 2 ഉപാധിയും മാറി. അതുപോലെ ഇത്ര കോശം, ഒരു കോശവും മാറി. അപ്പോൾ 4 കോശവും ഉപാധികളും 5 ഉപാധിയായിട്ട് മാറി. ഇങ്ങനെ ഓരോ അവസ്ഥയിലും ഈ ജീവൻ്റെ അഭിമാന ഉപാധികൾ ചുരുങ്ങി പോവുകയാണ്. ഇതിലിപ്പോൾ അവർ പറയുന്നു സുഷുപ്തി എന്ന് പറയുന്നതും ഒരു അഹങ്കാരം തന്നെയാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവിടെ കേവലം പ്രാണൻ എന്നുള്ള ഒരു ഉപാധി, ആനന്ദമയ കോശം എന്നുള്ള ഒരു കോശം. എന്നാൽ ആത്മാവിനെ പറ്റി പറയുന്നത് ഇത് ഈ ഉപാധിയും ഈ അവസ്ഥകളും ഇല്ലാത്ത അവസ്ഥാത്രയങ്ങൾക്ക് സാക്ഷി, അല്ലെങ്കിൽ അവസ്ഥാത്രയത്തിന് അതീതൻ.
നിരുപാധികൻ, ഈ ഉപാധികളൊന്നുമില്ലാത്തത്. ഇതാണ് ആത്മസ്വരൂപത്തിൻ്റെ നിർണയം. ഇവിടെ ഇപ്പോൾ ചുരുക്കത്തിൽ എന്തുകൊണ്ടാണ് സുഷുപ്തിയിൽ താൻ ആത്മാവെന്ന് ബോധിക്കാതിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അവിടെ ഉപാധി ഇരിക്കുന്നു. അവിടെ ഒരു ഉപാധിയുണ്ട്, പ്രാണൻ എന്നുള്ള ഉപാധി. അതുകൂടെ നീങ്ങണം. അതുപോലെ കോശം ഒന്നിരിക്കുന്നു, ആനന്ദമയ കോശം എന്ന് പറഞ്ഞൊരു കോശം ഇരിക്കുന്നു, അതും കൂടെ മാറണം. ഈ രൂപത്തിൽ അത് മാറ്റുന്നത് ജ്ഞാനം കൊണ്ടാണ്. അല്ലേ പറയുന്നത്, ഏതൊരു വിദ്യ കൊണ്ടാണ് നീ ഇതിനെല്ലാം ജയിച്ചു നിൽക്കുന്ന ഒരു നില, അത് തന്നെയാണ് ഇതിൻ്റെ യഥാർത്ഥ നില. അതിൽ പറയുന്ന ഒരൊറ്റ ഒരു സംഭവം, ഈ ആത്മവിചാരമാണ് ഇതിൽ പറയുന്ന ആ ഒരു രീതി. തന്നെക്കുറിച്ച് ഉള്ള ചിന്തന, തച്ചിന്തനം, തന്നെപ്പറ്റി ചിന്തിക്കുന്നതാണ് ആത്മവിചാരം. അത് ഏകാന്തത്തിൽ എപ്പോഴും സമയം കിട്ടുമോ അപ്പോഴും ഈ ആത്മവിചാരം ചെയ്യാൻ തുടങ്ങിക്കോണം. ചുമ്മാ ഇരുന്ന് ഉറങ്ങരുത് ആരും. തമസിനെ പാടേയും ഇല്ലാതാക്കാനാണ് ചിന്മയൻ സ്വാമി നമുക്ക് ഉപദേശിച്ചിരിക്കുന്നത്. എടോ ചുമ്മാ ഇരുന്ന് ഉറങ്ങില്ല. ആ സമയത്ത് ക്രിയാത്മകം എന്തെങ്കിലും ചെയ്തോ, പോയി അവിടെ തൂത്തോ, അവിടെ നിന്ന് കരിയില പറക്കിക്കോ, അല്ലെങ്കിൽ അവിടെ ചുട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്രിയാത്മകമായിട്ട് ചെയ്തോ. പക്ഷെ നാമം പറഞ്ഞുകൊണ്ടായിരിക്കും. ഓം നമ ശിവായ, നമ ശിവായ, നമ ശിവായ, നമ ശിവായ, നമ ശിവായ. ഇവിടെ ഒരു അപ്പം വരുമായിരുന്നില്ല. ഇങ്ങനെ ഇപ്പം ഇതിനകത്ത് കയറി നമശിവായ, 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 എവിടെയൊക്കെ നമശിവായ, നമശിവായ പറയാതെ ഒരു സെക്കൻഡ് നിൽക്കില്ല. അങ്ങനെ അതൊക്കെ ഒരു മാതൃകയാണ് നമുക്കൊക്കെ. നമുക്കത് മനസ്സിലാക്കുക. കാര്യം അവിടെ എന്താണ് നമ്മൾ ഏത് രൂപത്തിലായാലും ആത്മവിചാരം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തമസ് എന്ന് പറയുന്നത് നമ്മൾ ഇരുന്ന് ഉറങ്ങിപ്പോകുന്നെങ്കിൽ അത് എഴുച്ച് നടക്കുക, നടന്ന് ക്രിയാത്മകമായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ട് നമശിവായ ജപിച്ച് നടക്കുക. അതല്ലെങ്കിൽ ഒരിടത്ത് ഇരുന്ന് അങ്ങനെ ഒരു മോഡാണെങ്കിൽ അങ്ങനെ ഇരുന്ന് ഈ ആത്മവിചാരത്തെ ചെയ്യും. നാമം പറഞ്ഞു, ആത്മവിചാരം ചെയ്തു, ഇതിനെപ്പറ്റിയുള്ള നമ്മുടെ സത്തുക്കളുമായിട്ട് സംഘം ചെയ്തും അതിന് പറഞ്ഞു ഇരിക്കുന്നതിനെയാണ് ബ്രഹ്മാഭ്യാസം എന്ന് പറയുന്നത്. അത് നിനയ്ത്തും அதை ഉരയ്ത്തും ഇരുപ്പത് താനല്ലോ ജ്ഞാനികൾക്കാണ് നീതി. ജ്ഞാനികളുടെ നീതി എന്ന് പറഞ്ഞ ജ്ഞാനികളുടെ സ്വഭാവം. ഇതിനെപ്പറ്റി പറഞ്ഞു, അതിനെപ്പറ്റി ചിന്തിച്ചു. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്വഭാവമാണ് ജ്ഞാനികളുടേത്. ഒരു പരോക്ഷ ജ്ഞാനിയുടേതാണ്. അപരോക്ഷ ജ്ഞാനിക്കൊന്നും പറയാൻ വേണ്ട, ചിന്തിക്കാൻ വേണ്ടതൊന്നുമില്ല. ആ സ്വരൂപമായിട്ട് അവർ മാറി. അവർക്ക് ഞാനേ സ്വരൂപ സ്വഭാവമാനേ, സ്വരൂപ സ്വഭാവത്തിലേക്ക് ആ ജീവൻ മാറിപ്പോയി. അങ്ങനെ ഇരിക്കുന്നവരാണ് നമ്മുടെ മഹത് പുരുഷന്മാരായിരിക്കുന്ന ശ്രീ രാമാനന്ദ ഗുരുദേവനും തുടർന്നുള്ള ആ ഗുരു പരമ്പരകളും. ആരും ഇതിൽ കുറവുള്ളവരല്ല. അവരിൽ നിന്ന് കത്തിച്ച ദീപമാണ് നമുക്ക് നമ്മുടെ കയ്യിലെല്ലാം ഉള്ളത്. അവർ പകർന്നു തന്ന ജ്ഞാനം മഹത്തരമാണത്. ഇതിൽ കറയില്ല, ഒരു കറയും പറ്റിയിട്ടില്ല. യാതൊരു സംശയത്തിന് അവകാശമില്ലാത്ത വിധത്തിൽ അത് പറഞ്ഞ് വലിപ്പിച്ചിട്ടാണ് അവർ പോയിരിക്കുന്നത്. പറയുന്നു അതിൻ്റെ അവസ്ഥ, അതിൻ്റെ വ്യാപാരങ്ങൾ, അവകളുടെ ഗുണദോഷങ്ങൾ ഏത് ഭാഗ്യശാലിയായ പുരുഷൻ ആത്മാവിനെ സാക്ഷി മാത്രമായും അഹങ്കാരാദികളാൽ തൊടപ്പെടാത്തവനായും ചൈതന്യമാത്രമായും ശ്രുതികളാൽ അറിയപ്പെടുന്നുവോ. ഈ ശ്രുതിയുടെ താല്പര്യം കൊണ്ട് അറിയേണ്ട ഒരു രഹസ്യം ഇതാണ്, വേറൊന്നുമില്ല. എന്താണ്? ഏതൊരു ഭാഗ്യശാലിയായ പുരുഷനാണോ ഈ ആത്മാവിൽ കാണപ്പെടുന്ന അഹങ്കാരം, അതിൻ്റെ അവസ്ഥകളും അതിൻ്റെ ധർമ്മവും അതിൻ്റെ ഗുണദോഷവും തൊടാതിരിക്കുന്നത്, അവനെ തൊടുന്നില്ല എന്നുള്ള രൂപത്തിലിരിക്കുന്ന അവനാണ് ആ ഭാഗ്യശാലിയായ പുരുഷൻ. അവനാണ് ജീവൻ മുക്തൻ. ഈ ശാസ്ത്രത്തിൻ്റെ പ്രയോജനം ഒരു ജീവൻ മുക്തനെ വാർത്തെടുക്കുക. എപ്പോഴാണ് ജീവമുക്തനാവുന്നതെന്ന് ചോദിച്ചാൽ പറയുന്നു, ഈ അഹങ്കാരം, അതിൻ്റെ അവസ്ഥകൾ,
അതിലെ ധർമ്മങ്ങൾ, അതിലെ ഗുണദോഷങ്ങൾ ഒന്നും ബാധിക്കാത്ത നിലയിലേക്ക് ഇയാൾ മാറി. തന്നെ ഒന്നും തന്നെ ബാധിക്കുന്നില്ല എന്നുള്ള രൂപത്തിൽ അനുഭവം വന്നു ഇയാൾക്ക്. അതിന് മുമ്പ് എന്ത് ചെയ്തു? ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്നുള്ള രൂപത്തിൽ ലക്ഷണാവൃത്തിയിൽ തന്നെ അറിഞ്ഞു എന്നുള്ളതാണ്. പറഞ്ഞില്ലേ, ഉന്നതീ അറിന്തായാകിൽ ഉനക്കൊരു കേടുമില്ലേ, എന്നെ നീ കേൾക്കയാലേ ഈതുപദേശിത്തേനെ. നിന്നെ വാസ്തവമായിട്ട് നിന്നെ നീ അറിയുകയാണെങ്കിൽ പിന്നെ നിനക്ക് ഒരു കേടുമില്ല. അതിൻ്റെ അർത്ഥം ഇപ്പോൾ കേടിരിക്കുകയാണ്. കാരണം നിന്നെ ഉള്ളതുപോലെ നീ അറിഞ്ഞില്ല. അതാണ് അജ്ഞാനം. അപ്പോൾ അജ്ഞാനത്തിരിക്കുമ്പോൾ എന്ത് പറ്റും? ഇതെല്ലാം ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്രകാരമാണോ ഈ ചൂടും ഈ ഉഷ്ണവും ഈ ശൈത്യവും എല്ലാം ശരീരത്തെ ബാധിക്കുന്നത്, അതുപോലെ ഈ ആത്മാവിനെ ബാധിച്ചുകൊണ്ടിരിക്കുക. പറയുന്നു അവിടെ എന്താണ് ആത്മാവും ഈ മറ്റു ഉപാധികളും തങ്ങളിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ആത്മാവ് ഒന്നും ബാധിക്കുന്നില്ല. ആത്മാവ് എങ്ങനെയെന്ന് ചോദിച്ചാൽ, അത് എല്ലാത്തിനും ചൈതന്യം പ്രദാനം ചെയ്ത് പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു എങ്കിലും അത് ഒന്നിൻ്റെയും വികാരങ്ങളെ ആത്മാവ് വഹിക്കുന്നില്ല, സ്വീകരിക്കുന്നില്ല. ഈ രൂപത്തിലാണ് നിൽക്കുന്നതെന്ന് ഏതൊരു പുണ്യ പുരുഷൻ അറിയുന്നു, അവനാണ് ജീവൻ മുക്തൻ. എങ്ങനെ അറിയണം സാർ? ആദ്യം കേട്ടറിയണം. അതാണ് പരോക്ഷ ജ്ഞാനം. പരോക്ഷ ജ്ഞാനിയുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഗുരു പറഞ്ഞ കാര്യങ്ങളിലായിട്ട് ഒരു സംശയമില്ല എന്നുള്ളതാണ്. സംശയമറ്റ് ഇതിനെ അയാൾ എടുത്തു. ആ ആളിനെയാണ് പരോക്ഷ ജ്ഞാനി എന്ന് പറയുന്നത്. ഇനി എടുത്തു, പക്ഷേ കുറേ സംശയങ്ങളുണ്ട് എങ്കിൽ അയാൾ പരോക്ഷ ജ്ഞാനിയല്ല. അയാൾ കേട്ടതുമില്ല. അയാൾ കേട്ട എന്തോ ശബ്ദമാണ്. അതിൻ്റെ യഥാർത്ഥ താല്പര്യത്തെ ഉണർന്നിരിക്കുകയാണ്. താല്പര്യത്തെ ഉണരുന്നതിന് നമുക്കെടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ പാപശക്തി ഒഴിഞ്ഞു പോകണം. പാപശക്തിയാണ് സാർ ആക്ച്വലി ബന്ധമായിട്ടിരിക്കുന്നത്. ഫസ്റ്റിൽ വന്നിരിക്കുന്നത് ശരീരം ഒരു പാപശക്തിയുടെ ഫലമാണ്. എന്തിനാണ് ആ പാപശക്തി? തന്നെ അറിഞ്ഞില്ല. തനിക്കൊരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റി, അവസരം തന്നു ഈശ്വരൻ, അറിഞ്ഞില്ല. അവിടെ നിന്ന് കുഴപ്പമില്ല, അതിലൊക്കെ മയങ്ങി അങ്ങനെ കാലം കഴിഞ്ഞ് അവസാനം ചത്തുപോയി. ഇതാ ഈ നില വരാതെ ഇരിക്കാനാണ് അവർ പറഞ്ഞു തരുന്നത്. ബി കെയർഫുൾ, ജാഗ്രത എന്ന് പറഞ്ഞൊരു പദ്യം നമ്മുടെ ശങ്കരഭഗവത്പാദര്. അതെ തസ്മാത് ജാഗ്രത അത് പറഞ്ഞു വന്നോണ്ടിരിക്കും. ആരാണ് പറഞ്ഞിരിക്കുന്നത്? സാക്ഷാൽ ശങ്കരഭഗവത്പാദര് പറഞ്ഞില്ലേ? ഇതാണെന്നുള്ള രീതിക്കൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഇതാണ് ജീവൻ മുക്തൻ. നമ്മൾ ജീവൻ മുക്തൻ എങ്ങനെ ഇരിക്കും എന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ലാതെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. അത് തന്നെ വലിയ കാര്യം. കൃഷ്ണ, എന്താണ് ആ ജീവൻ മുക്തൻ്റെ സ്വഭാവത്തെ വർണ്ണിച്ചതിപ്പോൾ വേദം? നമ്മുടെ കാതിൽ കിട്ടിയത് മനസ്സുവഴി പറയാതെ, നമ്മുടെ കാതിൽ കിട്ടിയത് ആത്മാവിലൂടെ വെളിയിൽ. കാതിൽ കിട്ടിയത് മനസ്സുവഴിയാണെങ്കിൽ അത് അറകുറയായിട്ട് അത് വെളിപ്പെടാൻ വിഷമമാണ്. ചിലപ്പോൾ മറന്നും പോകും. പക്ഷെ ഇത് തൻ്റെ ഉള്ളിൽ കൂടെയാണ് വെളിയിൽ വേണം. അതാണ് വെളിയിലേക്ക് വരേണ്ടത്. തൻ്റെ ഉള്ളിൽ നിന്ന് വേണം, മനസ്സിനല്ല. ധാരണ വന്നിരിക്കുന്ന ഒരാൾക്ക് ഇത് അങ്ങനെ വരണം. സുരേഷ് പറയണം, എന്താണ് ജീവൻ മുക്തനെ പറ്റി ഇവിടെ വർണ്ണിച്ചത്? അതായത് ഈ 9ാം കണ്ടകത്തിന് ഉപസംഹരിക്കുകയാണ് സാർ. മുൻപ് പറഞ്ഞ സാക്ഷിരൂപ സന്യാസിയെ ഇത് തന്നെ വ്യാഖ്യാനിക്കാൻ ഒരുപാടുണ്ട്. മുൻപ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ സാക്ഷിരൂപ സന്യാസിയെ നിരൂപിക്കപ്പെട്ടത്. നമുക്കറിയാം, ഈ സന്യാസി എന്നൊരു പദം അവിടെ വന്നതുകൊണ്ട് സകലതും രസിച്ച ആളിനാണ് സന്യാസം എന്ന കാർഷിക വസ്ത്രത്തിനെ അല്ല സാർ പറയുന്നത്. സന്യാസി എന്നുള്ളൊരു നല്ല പവിത്രമായൊരു പദമാണ്. എല്ലാം ന്യസിച്ച, ന്യാസം ചെയ്ത, അങ്ങനെ പറയാണ്. ഈ സാക്ഷിരൂപ സന്യാസിയെ അവരാൽ പാർക്കപ്പെട്ട പുരുഷൻ, ആ പുരുഷൻ്റെ അവസ്ഥ, അവൻ്റെ വ്യാപാരങ്ങൾ,
അവകളുടെ ഗുണദോഷങ്ങൾ എങ്ങനെ തൊടാൻ സാധിക്കുകയില്ലയോ, അതുപോലെ ആത്മാവിൽ കാണപ്പെടുന്ന അഹങ്കാരവും അതിൻ്റെ അവസ്ഥ, അതിൻ്റെ വ്യാപാരങ്ങൾ, അവകളുടെ ഗുണദോഷങ്ങൾ തൊടുകയില്ല. ഏതു ഭാഗ്യശാലിയായ പുരുഷൻ ആത്മാവിന് സാക്ഷി മാത്രമായും അഹങ്കാരാദികളാൽ തൊടപ്പെടാത്തവനായും ചൈതന്യമാത്രമായും ശ്രുതികളാൽ അറിയുന്നുവോ അവനാണ് ജീവൻ മുക്തൻ. അങ്ങനെ തന്നെ ശ്രുതി പറയും, അല്ലയോ പുത്ര, ആത്മവിഷയത്തിൽ വേദാന്ത ശാസ്ത്രമാണ് പ്രമാണം. അതിനെ വിശ്വസിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആത്മാവിനെ അവസ്ഥാത്രയ സാക്ഷിയായി നീ അറിയണം. ആ ഭാഗം മുൻപറഞ്ഞ സാക്ഷിരൂപ സന്യാസിയെ അവരാൽ പാർക്കപ്പെട്ട പുരുഷൻ, ആ പുരുഷൻ്റെ അവസ്ഥ, അവൻ്റെ വ്യാപാരങ്ങൾ, അവകളുടെ ഗുണദോഷങ്ങൾ എങ്ങനെ തൊടാൻ സാധിക്കുന്നില്ലയോ, അതുപോലെ ആത്മാവിൽ കാണപ്പെടുന്ന അഹങ്കാരം, അതിൻ്റെ അവസ്ഥ, അതിൻ്റെ വ്യാപാരങ്ങൾ, അവകളുടെ ഗുണദോഷങ്ങൾ തൊടുകയില്ല. ഇതാണ് ഏത് ഭാഗ്യശാലിയായ ഒരു പുരുഷനാണോ ഇത് അറിയുന്നത് അയാളാണ് അതിൻ്റെ അവസ്ഥ, അതിൻ്റെ വ്യാപാരങ്ങൾ, ഗുണദോഷങ്ങൾ തൊടുകയില്ല. ഏത് ഭാഗ്യശാലിയായ പുരുഷൻ ആത്മാവിൻ്റെ സാക്ഷി മാത്രമായും അഹങ്കാരാദികളാൽ തൊടപ്പെടാത്തവനായും ചൈതന്യം മാത്രമായും ശ്രുതികളാൽ അറിയുന്നുവോ അവനാണ് ജീവൻ. ബോർഡ് കണ്ടീഷനിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ശ്രുതികളാൽ അറിയപ്പെടും. ശ്രുതി കേടുകൂടാതെ അറിയണം. എന്തെങ്കിലും യുക്തി പറഞ്ഞാൽ പറ്റില്ല. ശ്രുതി തന്നെയാണ് പ്രമാണമാക്കിക്കൊണ്ട് ഈ വാക്യത്തെ ഏതൊരുത്തൻ അറിയുന്നുവോ അവനാണ് ജീവൻ മുക്തൻ. അവന് ഈ പറയുന്ന ഒന്നും വിളങ്ങിയിട്ടില്ല. തൻ്റെ ഉള്ളിലിരിക്കുന്ന സൂക്ഷ്മതയൊന്നും അവന് അറിഞ്ഞൂടാ. തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ പരമാത്മ ചൈതന്യത്തെ അറിയുന്ന രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ബ്രഹ്മം തന്നെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാറ് ചോദിക്കും, അപ്പോൾ പാമ്പ് ബ്രഹ്മം തന്നെ കാര്യം തോന്നിയ തന്നെ? അല്ല, വേറൊന്നും ഇല്ലല്ലോ സാർ. സകലം അല്ലേ, സർവം ഖല്ലിതം ബ്രഹ്മ അല്ലെ. എന്തുകൊണ്ട് ആ പാമ്പിനെ ഒരു വേറൊന്നായിട്ട് നമുക്ക് തോന്നി? ബ്രഹ്മത്തെ തോന്നിപ്പിച്ചതുകൊണ്ടാണ്. ആ പാമ്പ് നമ്മളെ വ്യവഹരിപ്പിച്ചു. അത് മൂർഖനാണോ, ശംഖുവരനാണോ, എട്ടടി വീരനാണോ, അയ്യോ ഇത് കടിച്ചു കഴിഞ്ഞാൽ ചത്തുപോകില്ലേ, ഇത് വേഷാചാരി എവിടെ, ഇങ്ങനെയൊക്കെ 100 കാര്യങ്ങൾ മനസ്സിൽ അടിത്തട്ടിൽ വ്യവഹാര രൂപമായി നിൽക്കുന്നത് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇത് മനസ്സിനെ ചലിപ്പിച്ചിട്ട് ആ സത്വഗുണത്തിലേക്ക് വരാൻ ഇതിനെ സമ്മതിക്കുക. മനസ്സ് സത്വഗുണമാവാതെ ഒരു കാര്യവും സാധ്യമല്ല. എന്നാൽ മനസ്സ് സത്വഗുണമാവണമെങ്കിൽ എന്ത് വേണം? ഈ ഭ്രമം മാറണം. ഈ ഭ്രമം മാറാൻ എന്ത് വേണം? ഈ സത്യസ്ഥിതിയെ ഒരാൾ ബോധിക്കണം. സത്യസ്ഥിതി എന്ന് വെച്ചാൽ താനാണ് സത്യം, ബാക്കിയെല്ലാം അപരമാർത്ഥമായിരിക്കുന്നതാണ്, കേവലം തോന്നലാണ്, മിറേജാണ്. ഈ രൂപത്തിൽ അനുസന്ധാനം ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്നത് രൂപം അതിൽ വരണം, അല്ലാതെ പറ്റില്ല. അങ്ങനെ ഏതൊരാൾ ഈ രൂപത്തിൽ ഉറപ്പിച്ചിട്ട് ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്നറിയുന്നുവോ അവനാണ് ജീവൻ മുക്തൻ. അവന് ഒരു പുണ്യപാപകർമ്മങ്ങളും തൊടുകയില്ല. പാപകർമ്മം മാത്രമല്ല, പുണ്യകർമ്മവും തൊടില്ല. നമുക്കിപ്പോഴും ആഗ്രഹമില്ല സാർ, കുറേ കൂടെ പുണ്യം ഉണ്ടാക്കണം, അതും വിട്ടുപോകുക. രണ്ടും വിത്തുകളാണ്, രണ്ടും ബന്ധമാണ്. ഒന്ന് സ്വർണ്ണച്ചങ്ങല, ഒന്ന് ഇരുമ്പ് ചങ്ങല. സ്വർണ്ണച്ചങ്ങലയ്ക്ക് ബന്ധമല്ല അല്ലെന്ന് പറയാൻ പറ്റില്ല. ഇതെല്ലാം ബന്ധമാണ്. ബന്ധം എന്ന് വെച്ചാൽ ആ മുക്തിക്ക് തടസ്സമായിരിക്കുന്നത് ബന്ധമോക്ഷങ്ങൾ. ബന്ധം എന്ന് പറയുന്നത് മുക്തിയുടെ എതിർപദമാണ്, മോക്ഷം അതിൻ്റെ എതിർപദമാണ്. രണ്ട് വിരുദ്ധ സ്വഭാവത്തെയാണ് അവിടെ പറഞ്ഞത്. മുക്തിക്ക് തടസ്സമാണ് ഈ ബന്ധം. അങ്ങനെ അതിനെ വിശ്വസിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആത്മാവിനെ അവസ്ഥാത്രയ സാക്ഷി എന്നറിയണം. 9ാം വർണ്ണകം സമാപ്തം. നിന്റെ അനന്ത ജന്മങ്ങളാണ്ടവയെ ഉപദേശിക്ക വെളിവന്ത ഗുരുവേ പോറ്റി
ഉയവേ മുക്തി നൽകും ഉദവിക്കോറുദവിനായേ ചെയ്യുമാറും കാണി ഇരുപടി പോറ്റി പോറ്റി സത്യജിൽ സുഖകരമാം ഗുരുവേ പോറ്റി ചലനമിലാ ശാന്തപര ഗുരുവേ പോറ്റി നിത്യ നിർഗുണமான ഗുരുവേ പോറ്റി നിരഞ്ജനമായി നിന്റെ വര ഗുരുവേ പോറ്റി ശുദ്ധപര വെളിയാന ഗുരുവേ പോറ്റി സൂക്ഷ്മമായി നിറഞ്ഞവര ഗുരുവേ പോറ്റി അദ്വിധ പൂരണമാ ഗുരുവേ പോറ്റി അഖണ്ഡമത ഗുരുവേ പോറ്റി പോറ്റി ഭസ്മോധൂളിത വിഗ്രഹം വരദ ചിന്മുദ്രാധരം സുന്ദരം കാഷായം വരദാരിണം ഗളതലേ രുദ്രാക്ഷമാലാൻവിതം ആനന്ദസുഖം വീരാസനേ സംസ്ഥിതം ശ്രീരാമാനന്ദയതീശ്വരം ഗുരുയോ നമസ്യാമ്യഹം അഭയവരദഹസ്തം സർവദാ സുപ്രസന്നം ശുഭദവിധി നിഷേധജ്ഞാനവേദസ്വരൂപം ഉപദേശം ശ്രീഗുരോർദിവ്യരൂപം പ്രതിദിനമഹമീഢേ സുപ്രഭം സുപ്രഭാതേ ശ്രീപാദകമലം ആലംബനമഹർഷി ശ്രീരാമാനന്ദമൂർത്തേ മാഹി സംസാര സാഗര ശ്രീരാമാനന്ദമൂർത്തേ മാഹി സംസാര സാഗര ദേവാദിദേവ സർവജ്ഞ സച്ചിദാനന്ദ വിഗ്രഹ കുമാരമണബോധേശ ദീർഘദണ്ഡ നമസ്കാരം ഗുരു സന്നിധൗ ശരീരവർമ്മ